JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാകുകയുള്ളൂ. മിൽമയുടെ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ TRCMPU രൂപീകരിച്ച വർഷം ഏത്? മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ രൂപീകരിച്ച വർഷം ഏത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ രൂപീകരിച്ച വർഷം ഏത്? 1983ലാണ് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ രൂപീകരിച്ച വർഷം. കേരള സഹകരണ ക്ഷീര വികസന ഫെഡറേഷൻ രൂപീകരണത്തിന് ശേഷം മേഖലാ യൂണിയനുകളിൽ ഒന്നായി 1983 തിരുവനന്തപുരം മേഖലാ യൂണിയൻ നിലവിൽ വന്നു. ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഉൾക്കൊള്ളുന്ന ജില്ലകളിൽ ഏത് ശരിയാണ്? തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഉൾക്കൊള്ളുന്ന ജില്ലകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. അതായത് TRCMPU പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലുടനീളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഏത് സ്ഥാപനത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ആർക്കൊക്കെ അറിയാൻ സാധിക്കും ഈ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഏത് സ്ഥാപനത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന്? ആർക്കൊക്കെ അറിയാൻ സാധിക്കും? അറിയാവോ? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, KCMMF മിൽമ. അതായത് തിരുവനന്തപുരം മേഖലാ യൂണിയൻ കേരള സഹകരണ ക്ഷീര വികസന ഫെഡറേഷൻ, അതായത് KCMMF എന്ന മിൽമയുടെ സംസ്ഥാന തല ഫെഡറേഷന്റെ കീഴിലാണ്. ഓർത്തിരിക്കണം കേട്ടോ. തിരുവനന്തപുരം മേഖലാ യൂണിയൻ കേരള സഹകരണ ക്ഷീര വികസന ഫെഡറേഷൻ എന്ന മിൽമയുടെ സംസ്ഥാന തല ഫെഡറേഷന്റെ കീഴിലാണ്. അപ്പോൾ KCMMF മിൽമയുടെ കീഴിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ രൂപീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ രൂപീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ക്ഷീര കർഷകരുടെ സാമ്പത്തിക ഉന്നതി. അതായത് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ രൂപീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ക്ഷീര കർഷകരുടെ സാമ്പത്തിക ഉന്നതിയായിരുന്നു അല്ലെ. ക്ഷീര കർഷകർക്ക് ന്യായമായ വില, അതുപോലെ തന്നെ സ്ഥിര വരുമാനം, സാങ്കേതിക സഹായം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഏത് ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിയുടെ ഭാഗമായാണ് വികസിപ്പിച്ചത്? മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഏത് ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിയുടെ ഭാഗമായാണ് വികസിച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്പറേഷൻ ഫ്ലഡ് 2 അതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വികസിച്ചത്. അതായത് കേരളത്തിലെ സഹകരണ ക്ഷീര വികസനം പ്രധാനമായും ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 2 കാലഘട്ടത്തിലാണ് ശക്തമായത്. അത് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ മുഖ്യ പ്രവർത്തന മേഖല ഏത്? തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ മുഖ്യ പ്രവർത്തന മേഖല ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ഓർത്ത് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, പാൽ ശേഖരണം, പ്രോസസിംഗ്, വിപണനം. അപ്പോൾ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ മുഖ്യ പ്രവർത്തന മേഖല ഏതൊക്കെയാണ്? പാൽ ശേഖരണം, പ്രോസസിംഗ്, വിപണനം. അപ്പോൾ ഗ്രാമതല സഹകരണ സംഘങ്ങളിൽ നിന്ന് പാൽ ശേഖരിച്ച് അത് പ്രോസസ് ചെയ്ത് വിപണിയിൽ എത്തിക്കുക എന്നതാണ് യൂണിയന്റെ മുഖ്യ ചുമതല. അപ്പോൾ ഇത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഏത് മേഖലാ യൂണിയനുകളിൽ ഒന്നാണ്? മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഏത് മേഖലാ യൂണിയനുകളിൽ ഒന്നാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ,
3 മേഖലാ യൂണിയനുകളിൽ ഒന്നാണ്. മിൽമയ്ക്ക് കേരളത്തില് 3 മേഖലാ യൂണിയനുകളാണുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, എറണാകുളം, മലബാർ. അപ്പോൾ അതിലൊരു മേഖലാ യൂണിയന്റെ കീഴിലാണ്, അതിലൊരു മേഖലാ യൂണിയനുകളിൽ ഒന്നാണ് ഏതാണ്? തിരുവനന്തപുരം മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയൻ ആരംഭിക്കപ്പെട്ടത് ഏത് സഹകരണ മാതൃകയിലാണ്? തിരുവനന്തപുരം മേഖലാ യൂണിയൻ ആരംഭിക്കപ്പെട്ടത് ഏത് സഹകരണ മാതൃകയിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ആനന്ദ് മാതൃകയിലാണല്ലേ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ആരംഭിക്കപ്പെട്ടത്. ആനന്ദ് മാതൃക സഹകരണ മാതൃകയിലാണല്ലേ. ഗുജറാത്തിലെ ആനന്ദ് മാതൃക, അതായത് അമൂൽ മോഡൽ പിന്തുടർന്നാണ് മിൽമയും അതിന്റെ മേഖലാ യൂണിയനുകളും രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ സ്ഥാപിക്കപ്പെടുന്നതോടെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത് ആർക്കാണ്? മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ സ്ഥാപിക്കപ്പെടുന്നതോടെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത് ആർക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ക്ഷീര കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത് അല്ലെ. അതായത് സ്ഥിരമായ വിപണി, ന്യായമായ വില, ഇൻപുട്ട് സേവനങ്ങൾ എന്നിവയിലൂടെ ക്ഷീര കർഷകരുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്ര പ്രാധാന്യം ഏത് മേഖലയിൽ ആണ് കൂടുതൽ? മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്ര പ്രാധാന്യം ഏത് മേഖലയിൽ കൂടുതലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ. ഏതാണ്? സഹകരണ പ്രസ്ഥാനത്തിലാണല്ലേ കൂടുതൽ. അതായത് തിരുവനന്തപുരം മേഖലാ യൂണിയൻ കേരളത്തിലെ സഹകരണ ക്ഷീര പ്രസ്ഥാനത്തിന്റെ ശക്തിപ്പെടുത്തലിൽ നിർണായകമായ പങ്കു വഹിച്ചു. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയൻ രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് കേരളത്തിലെ ക്ഷീരവികസനം പ്രധാനമായും ഏത് സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു? തിരുവനന്തപുരം മേഖലാ യൂണിയൻ രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് കേരളത്തിലെ ക്ഷീരവികസനം പ്രധാനമായും ഏത് സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ക്ഷീര വികസന വകുപ്പിന്റെ കീഴിലായിരുന്നു അല്ലെ. അപ്പോൾ മിൽമ രൂപീകരണത്തിന് മുമ്പ് പാൽ ശേഖരണവും വിതരണവും ഒക്കെ സർക്കാർ ക്ഷീരവികസന വകുപ്പ് മുഖേനയായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ അതിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഏതിന്റെയാണ്? ക്ഷീരവികസന വകുപ്പിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയൻ രൂപീകരണത്തിന്റെ പശ്ചാത്തലത്തില് ഏത് പ്രശ്നമാണ് പരിഹരിക്കാൻ ശ്രമിച്ചത്? തിരുവനന്തപുരം മേഖലാ യൂണിയൻ രൂപീകരണത്തിന്റെ പശ്ചാത്തലത്തില് ഏത് പ്രശ്നമാണ് പരിഹരിക്കാൻ ശ്രമിച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ക്ഷീര കർഷകർക്ക് ന്യായമായ വില ലഭിക്കാതിരിക്കുക. ക്ഷീര കർഷകർക്ക് ന്യായമായ വില ലഭിക്കാതിരിക്കുക എന്ന പ്രശ്നമാണ് പരിഹരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇടനിലക്കാരുടെ ചൂഷണമൊക്കെ ഒഴിവാക്കി ന്യായവില ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് പരിഹരിക്കാനാണ് ശ്രമിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ഭരണ സംവിധാനം ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയതാണ്? തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ഭരണ സംവിധാനം ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ജനാധിപത്യ സഹകരണം. അതായത് തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ഭരണ സംവിധാനം ജനാധിപത്യ സഹകരണം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. അതായത് സഹകരണ സ്ഥാപനമായതിനാല് ഒരു അംഗം ഒരു വോട്ട് എന്ന ജനാധിപത്യ തത്വമാണ് പിന്തുടരുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രത്തില് പ്രധാന പങ്കുവഹിച്ച ദേശീയ സ്ഥാപനം ഏത്? തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രത്തില് പ്രധാന പങ്കുവഹിച്ച ദേശീയ സ്ഥാപനം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, NDDB ആണല്ലേ. അതായത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആണ് ഓപ്പറേഷൻ ഫ്ലഡ് വഴി സാങ്കേതികവും സാമ്പത്തികവുമായ പിന്തുണ നൽകിയത്. അപ്പോൾ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രത്തിലെ പ്രധാന പങ്കുവഹിച്ച ദേശീയ സ്ഥാപനമാണ് NDDB. അപ്പോൾ ഇതിന്റെ അകത്ത് വേറൊരു ചോദ്യം ചോദിക്കാം. NDDBയുടെ ഫുൾ ഫോം, അതായത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയൻ സ്ഥാപിച്ചതോടെ
ഏത് മേഖലയിലാണ് വലിയ മാറ്റം ഉണ്ടായത്? തിരുവനന്തപുരം മേഖലാ യൂണിയൻ സ്ഥാപിച്ചതോടെ ഏത് മേഖലയിലാണ് വലിയ മാറ്റം ഉണ്ടായത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലാണല്ലേ. തിരുവനന്തപുരം മേഖലാ യൂണിയൻ സ്ഥാപിച്ചതോടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥാ മേഖലയിലാണ് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. ക്ഷീര കർഷകർക്ക് സ്ഥിര വരുമാനം ലഭിച്ചതോടെ ഗ്രാമീണ സാമ്പത്തിക വളർച്ച ഉണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയൻ ആരംഭിച്ചതോടെ പാലിന്റെ വിപണനത്തിൽ ഉണ്ടായ പ്രധാന മാറ്റം എന്ത്? തിരുവനന്തപുരം മേഖലാ യൂണിയൻ ആരംഭിച്ചതോടെ പാലിന്റെ വിപണനത്തിൽ ഉണ്ടായ പ്രധാന മാറ്റം എന്ത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സഹകരണ ബ്രാൻഡ് അത് ശക്തിപ്പെട്ടു അല്ലെ. മിൽമ ബ്രാൻഡ് പൊതുജന വിശ്വാസം നേടാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാറ്റം. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രത്തില് ആനന്ദ് പാറ്റേൺ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രത്തില് ആനന്ദ് പാറ്റേൺ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 3 തല സഹകരണ ഘടന. അതാണ് ഈ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രത്തിൽ ആനന്ദ് പാറ്റേൺ എന്തിനെ സൂചിപ്പിക്കുന്നു? 3 തല സഹകരണ ഘടന. അതായത് ഗ്രാമതല സഹകരണ സംഘം, മേഖലാ യൂണിയൻ, പിന്നെ എന്താണ്, സംസ്ഥാന ഫെഡറേഷൻ എന്നാണ് ആനന്ദ് മാതൃക. അത് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയൻ രൂപീകരിച്ചതോടെ ക്ഷീര കർഷകർക്ക് ലഭിച്ച പുതിയ സൗകര്യം ഏതാണ്? തിരുവനന്തപുരം മേഖലാ യൂണിയൻ രൂപീകരിച്ചതോടെ ക്ഷീര കർഷകർക്ക് ലഭിച്ച പുതിയ സൗകര്യം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലെ, ഇൻപുട്ട് സേവനങ്ങളാണ് അല്ലെ. പുതിയ സൗകര്യം ഏതാണ്? ഇൻപുട്ട് സേവനങ്ങൾ. അതായത് മൃഗചികിത്സ, തീറ്റ, പരിശീലനം തുടങ്ങിയ ഇൻപുട്ട് പ്രോഗ്രാമുകളൊക്കെ ആരംഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയൻ കേരളത്തിലെ ഏത് മേഖലയിൽ മുൻഗാമിയായി മാറി? തിരുവനന്തപുരം മേഖലാ യൂണിയൻ കേരളത്തിലെ ഏത് മേഖലയിൽ മുൻഗാമിയായി മാറി? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, പാലുൽപാദന വർധന. അപ്പോൾ തിരുവനന്തപുരം മേഖലാ യൂണിയൻ കേരളത്തില് പാലുൽപാദന മേഖലയില് മുൻഗാമിയായി മാറി. അതായത് ശാസ്ത്രീയവും പരിപാലനവും വിപണി ഉറപ്പും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രപരമായ ദൗത്യം എന്താണ്? തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രപരമായ ദൗത്യം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ക്ഷീര സ്വയം പര്യാപ്തത. അതായത് കേരളത്തിലെ പാൽ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് മിൽമയുടെ ദീർഘകാല ദൗത്യം. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.